പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം മാത്രം ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് ഡീപ്പായിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രവചനം മാത്രം ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നോക്കാം. ഒരിക്കൽ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അത്രമേൽ തൂവെള്ള നിറമായിരുന്നു. മുടിയാണെങ്കിലോ കറുപ്പും. മരുഭൂമിയിലൂടെ ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്ന ഒരാളുടെ തളർച്ചയോ വസ്ത്രത്തിൽ ഒരു തരി മണലോ അദ്ദേഹത്തിലില്ല. അതായത് യാതൊരു യാത്രയുടെയും അടയാളങ്ങളില്ല. അവിടെ കൂടിയിരിക്കുന്ന പ്രവാചകൻ്റെ ഒരു അനുചരന്മാർക്കും അദ്ദേഹത്തെ അറിയുകയുമില്ല. പരിപൂർണനായ ഒരു അജ്ഞാതൻ. അദ്ദേഹം നേരെ പ്രവാചകൻ്റെ അരികിൽ വന്നിരുന്നു. ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇസ്ലാമിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അദ്ദേഹം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പ്രവാചകൻ മറുപടി നൽകി കഴിയുമ്പോൾ അതെ, താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തും. ഇത് കണ്ട് സഹാബിമാർ അമ്പരന്നുപോയി. സാധാരണയായി അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനാണല്ലോ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പരീക്ഷിക്കുന്നത് പോലെ മറുപടി ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും അവസാനം ആഗതൻ ആ ഒരു നിർണായക ചോദ്യം ചോദിച്ചു. അല്ലയോ മുഹമ്മദ്, എപ്പോഴാണ് ആ ലോകാവസാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി മറുപടി നൽകി. ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ആളേക്കാൾ കൂടുതൽ അറിവ് ചോദിക്കപ്പെടുന്ന ആൾക്കില്ല. എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നാലും എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാദരക്ഷയില്ലാത്ത നഗ്നരായ ദരിദ്രരായിട്ടുള്ള ആട്ടിടയന്മാർ അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുന്നത് കാണുമ്പോഴാണ് ലോകാവസാനം. പിന്നീട് ആ മനുഷ്യൻ മടങ്ങിപ്പോയി. ശേഷം പ്രവാചകൻ അടുത്തുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ, ആരായിരുന്നു ആ വ്യക്തിയെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മാത്രം അറിയാം. പ്രവാചകൻ പറഞ്ഞു, അതായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം അഥവാ ഗബ്രിയേൽ മാലാഖ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം. ഈ ഹദീസ് അറിയപ്പെടുന്നത് ഹദീസ് ജിബ്രീൽ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലരുടെയും വിചാരം മതത്തിലെ പ്രൊഫസി എന്ന് പറഞ്ഞാൽ അത് പ്രിഡിക്ഷൻ ആണെന്നാണ്. സത്യത്തിൽ പ്രിഡിക്ഷനും പ്രൊഫസിയും ഡിഫറൻ്റ് ആണ്. ഇന്ത്യ വേൾഡ് കപ്പ് നേടുമെന്നുള്ളത് ഒരു പ്രിഡിക്ഷനാണ്. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അങ്ങനെയല്ല പ്രവചനം അഥവാ പ്രൊഫസി. ഒരു മതത്തിൻ്റെ അകത്ത് പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടാനിക്കയുടെ ഡെഫിനിഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും. മതങ്ങളിൽ പ്രൊഫസി എന്നത് ദൈവികമായിട്ടുള്ള സന്ദേശങ്ങളോ വെളിപാടുകളോ ആണ്. ഇത് കേവലം ഭാവി പറയുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു സാധാരണ പ്രിഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ അറിവാണ്. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. നേരെ മറിച്ച് പ്രൊഫസി എന്നാൽ ദൈവം കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. സ്വാഭാവികമായിട്ടും പ്രവാചകന്മാർക്ക് ദൈവം കൊടുത്ത ഇൻഫർമേഷന് ഒരിക്കലും തെറ്റാൻ പാടില്ല. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളിൽ പല ആളുകളും ബാബ വാങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു കണ്ണ് കാണാത്തൊരു സ്ത്രീ. അവർ ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തിയതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024 25 കടക്കുന്ന സമയത്ത് ഒരു ഓസ്ട്രേലിയൻ മാധ്യമം ബാബ വാങ്ങയുടേതായി കൊടുത്തിട്ടുള്ള ചില പ്രവചനങ്ങളാണ് കാണിക്കുന്നത്. അവർ പറയുന്നത് 2025 അന്യഗ്രഹജീവികളുമായിട്ട് മനുഷ്യർക്ക് ബന്ധം വരും. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഓർഗൻ, മനുഷ്യൻ്റെ അവയവം ലാബിൽ ഉണ്ടാക്കിയെടുക്കും. തലച്ചോറുകളിൽ നിന്ന് തലച്ചോറുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്ന ടെലിപ്പതി പോലെയുള്ള ആശയങ്ങൾ പ്രാവർത്തികമാകും. 2025 നടക്കുമെന്ന് ബാബ വാങ്ങ പറഞ്ഞതായിട്ട് ഓസ്ട്രേലിയൻ മാധ്യമം കാണിക്കുന്ന ഈ 3 കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. ലോകത്ത് ഒരുപാട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ബാബ വാങ്ങ ഇത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അവർ പറഞ്ഞതായിട്ടുള്ള യാതൊരു രേഖയില്ല. ഇസ്ലാമിക് പ്രൊഫസി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അത് ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതാണ്. അത് വെരിഫൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി പ്രിസർവ്ഡ് ആണ്. പ്രവാചകനിലേക്ക് എത്തുന്ന ചെയിൻ ഓഫ് നരേഷൻ ഉണ്ടാവും. അത് ഒബ്സർവബിൾ ആണ്. അതിൽ പ്രവാചകൻ പറയാണ്, പാദരക്ഷയില്ലാത്ത നഗ്നരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആട്ടിടയന്മാർ അവർ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കും. ഇത് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമാണ്. ഈ ഒരു ഹദീസ് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഇമാം അൽ നവവി റഹിമഹുല്ല അദ്ദേഹം 1277 കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. രണ്ടാം ഷാഫി എന്നൊക്കെ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർഹ് സഹീഹ് മുസ്ലിമിനകത്ത് അദ്ദേഹം ഈ ഹദീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നത്, അവർ അഥവാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ ആളുകൾ അവർ ബെദുവിൻസാണ്. ബെദുവിനുകളെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നീട് ലേറ്റർ അവർക്ക് സമ്പത്ത് വരികയും അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, നജ്ദിൽ നിന്നൊരു തീ പുറപ്പെടും, ആ തീ ബുസ്രയിലുള്ള ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലും പ്രകാശിപ്പിക്കുമെന്ന പ്രവാചകൻ്റെ പ്രവചനം. അത് സംഭവിക്കുന്നത് ഇമാം അൽ നവവി റഹിമഹുല്ലാഹിന്റെ കാലഘട്ടത്തിലാണ്. പ്രവാചകന്റെ ഒരു പ്രവചനം സംഭവിക്കുന്നത് നേരിട്ട് കണ്ട അതേ പണ്ഡിതനാണ് പറയുന്നത്, ഈ കാര്യം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് ആ സമയത്ത് സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് സംഭവിച്ചതായിട്ടോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ല, അദ്ദേഹം 1273 AD ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പരസ്പരം മത്സരിക്കുമെന്നുള്ള പ്രവചനം കൃത്യമായി പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ 7121 ഹദീസ്, അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചില അടയാളങ്ങൾ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 9ാമത്തെ അടയാളമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ടിൽ ദ പീപ്പിൾ കോമ്പീറ്റ് വിത്ത് വൺ അനദർ ഇൻ കൺസ്ട്രക്ഷൻ ഹൈ ബിൽഡിംഗ്. ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ പരസ്പരം മത്സരിക്കും. 1449 AD ജീവിച്ച ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം സ്വഹീൽ ബുഖാരിയുടെ ഷർഹ് എഴുതിയ സമയത്ത്, എക്സ്പ്ലനേഷൻ എഴുതിയ സമയത്ത് അതിനകത്തും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അവർ സമ്പത്തിൻ്റെ ആളുകളായി മാറുകയും അവർ ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കും. ഇത് ജനറലായിട്ട് എല്ലാവരെയും കുറിച്ച് പറയുന്ന ഒരു ഹദീസല്ല, ഒരു പ്രവചനമല്ല. ഇത് സ്പെസിഫിക് പീപ്പിൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജനതയെക്കുറിച്ച്, സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ, കൃത്യമായിക്കൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച്, സ്പെസിഫിക് ആക്ഷൻ, കൃത്യമായിക്കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവൃത്തിയെക്കുറിച്ച്, സ്പെസിഫിക് റിസൾട്ട്, ആ പ്രവൃത്തി മൂലം അവർ കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച്, ചെരുപ്പ് പോലും ഇടാനില്ലാത്ത അത്രത്തോളം മോശം അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബദുവിൻ എന്ന് പറയുന്ന വിഭാഗം ആളുകളെക്കുറിച്ച്, അവരിലേക്ക് സമ്പത്ത് വരുന്നതിനെക്കുറിച്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച്, അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, മാത്രമല്ല പരസ്പരം മത്സരിക്കുന്നതിനെക്കുറിച്ച്. ആരാണ് ഈ ബദുവിൻ? നമുക്ക് എബ്സ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. അതിൽ 2024 ജേക്കബും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ബെദുവിൻസിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിൽ എന്താണ് ബെദുവിൻസ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും മരുഭൂമി പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ബെദുവിൻസ്. തുറസായ സ്ഥലത്ത് താമസിക്കുന്നവർ എന്ന അർത്ഥമുള്ള അഹ്ലുൽ ബാദിയ എന്ന് പറയുന്ന അറബിക് വാക്കിൽ നിന്നാണ് ബെദുവിൻസ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇവരെ പൊതുവെ അറബികൾ എന്ന് വിളിക്കാറുണ്ടെങ്കിലും നാടോടികളായുള്ള ഇവരുടെ ജീവിത രീതി ഇവർക്ക് സവിശേഷമായിട്ടുള്ള ഒരു സംസ്കാരം നൽകുന്നു. ചരിത്രപരമായി നോക്കിയാൽ ആടുകളെയും കന്നുകാലികളെയും മേയിച്ചും ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും രോമം കൊണ്ടുണ്ടാക്കിയ കൂടാരത്തിനുള്ളിൽ കഴിഞ്ഞുകൊണ്ടുമാണ് ഇവർ ജീവിച്ചിരുന്നത്. നമ്മളെപ്പോലെ ഒരു സ്ഥലത്ത് വീട് വെച്ച് അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തലമുറകളായി ജീവിക്കുക എന്നുള്ള ഒരു രീതിയല്ല അവർക്കുള്ളത്. ഇവർ നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇവർ നാടോടികളാണ്. എവിടെയാണ് വിഭവങ്ങളുള്ളത് അങ്ങോട്ട് മാറി മാറി താമസിക്കും. കാലാവസ്ഥ അനുസരിച്ച് കൊണ്ടും അവരുടെ കന്നുകാലികൾക്ക് ഭക്ഷണ ലഭ്യത അനുസരിച്ച് കൊണ്ടൊക്കെയാണ് അവർ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാറുള്ളത്. മൈനോറിറ്റി റൈറ്റ്സ് ഗ്രൂപ്പിൻ്റെ ചില റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ കാലങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ബെദുവിൻസ് ഇന്ന് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തെ ഇൻഡിജിനസ് പീപ്പിൾ അഥവാ ആദിവാസികൾ, അഥവാ ഇസ്രായേലിലെ ആ പ്രദേശങ്ങളിലെ ആദിവാസികളാണ് അവിടെയുള്ള ബെദുവിൻസ് എന്നാണ് മൈനോറിറ്റി റൈറ്റ്സ് ഗ്രൂപ്പ് കൃത്യമായി കൊണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഹദീസിൽ പറഞ്ഞു, പക്ഷേ അത് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ആളുകളെക്കുറിച്ചാണ് എന്നത് എന്താണ് തെളിവ്? ഇതേ കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം ചോദിക്കുകയാണ്, പ്രവാചകരെ, ആ ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നഗ്നപാതരായിട്ടുള്ള ആട്ടിടന്മാരായിട്ടുള്ള ആ ആളുകൾ അതാരാണ് പ്രവാചകരെ? അതിന് മറുപടി കൊണ്ട് പ്രവാചകൻ പറയാണ്, അറബികൾ. അറബികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് പ്രവാചകന്റെ ഈ ഹദീസിൽ, ഓതന്റിക് ആയിട്ടുള്ള ഈ ഹദീസിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് സ്പെസിഫിക് ആയിട്ട് ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് മാത്രം പറയുന്ന പ്രവചനമാണ്. ഇന്നത്തെ ഗൾഫ് രാഷ്ട്രങ്ങളും രാഷ്ട്ര ഭരണാധികാരികളും അവരുടെ പാരമ്പര്യം ഈ ഒരു ബദ്വിൻ ഗോത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതിലെ അബുദാബി അൽ നഹിയാൻ കുടുംബമാണ് അവിടെ ഭരിക്കുന്നത്.
അതേപോലെ തന്നെ ദുബായിൽ അൽ മക്തും കുടുംബമാണ്. ഈ രണ്ട് കുടുംബത്തിൻ്റെയും പാരമ്പര്യം വരുന്നത് ബനിയാസ് എന്നുള്ള അറേബ്യൻ ബെദുവിൻ ഗോത്രത്തിൽ നിന്നാണ്. അതായത് ബെദുവിൻ ഗോത്രത്തിൻ്റെ പരമ്പരയാണ് ഇപ്പോഴുള്ള അബുദാബിയും ദുബായും ഭരിക്കുന്നത്. അതേപോലെ തന്നെ ഖത്തർ ഭരിക്കുന്നത് അൽത്താനി കുടുംബമാണ്. ഈ അൽത്താനി കുടുംബം വരുന്നത് തമീം ഗോത്രത്തിൽ നിന്നാണ്. തമീം ഗോത്രം എന്നുള്ളത് അറേബ്യയിൽ അറിയപ്പെടുന്ന വലിയ ബെദുവിൻ കുടുംബമാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു ഗോത്രം കൂടിയാണ് തമീം ഗോത്രം. സൗദി അറേബ്യ ഭരിക്കുന്നത് അൽ സൗദ് കുടുംബമാണ്. ഇത് വരുന്നതും ദിരിയ എന്നുള്ള അറേബ്യൻ ബെദുവിൻ ട്രൈബിൽ നിന്നാണ്. തെളിവിന് വേണ്ടിയിട്ട് എബ്സ്കോയുടെ തന്നെ മറ്റൊരു റിസർച്ച് പേപ്പറാണ് സൗദി ഭരണകൂടത്തെക്കുറിച്ച് കെവിച്ച് എന്ന് പറഞ്ഞ വ്യക്തിയും ലിസ എന്ന വ്യക്തിയും 2022 പബ്ലിഷ് ചെയ്തിട്ടുള്ള സൗദി ഭരണകൂടത്തിനെ പറ്റിയിട്ടുള്ള റിസർച്ച് പേപ്പർ. അതിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും, സൗദി അറേബ്യയിലെ ഭരണാധികാരികളാണ് സൗദി രാജവംശം. ഈ കുടുംബത്തിൻ്റെ വേരുകൾ 15-ാം നൂറ്റാണ്ട് വരെ നീളുന്നു. നജിദ് മരുഭൂമിയിൽ നിന്നാണ് ഈ കുടുംബം ഉയർന്നു വന്നത്. ബദവി സംസ്കാരം അഥവാ ബെദുവിൻ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന അൻസ എന്ന ഗോത്രത്തിൽ നിന്നാണ് സൗദ് കുടുംബത്തിൻ്റെ ആരംഭം. എവിടെ നിന്നാണ്? ബെദുവിൻ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന അൻസ എന്ന ബെദുവിൻ ഗോത്രത്തിൽ നിന്നാണ് ഉത്ഭവം. അവരുടെ മരുഭൂമി പാരമ്പര്യം അവർ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിന് ചില തെളിവുകളാണ് അൽ അയ്യാല എന്ന UAE പാരമ്പര്യ സ്റ്റിക്ക് ഡാൻസ്. മരുഭൂമിയിലെ ഗോത്രങ്ങളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഡാൻസാണിത്. അൽ അർദ എന്നറിയപ്പെടുന്ന ഖത്തറികളുടെയും സൗദിയിലെയും പ്രശസ്തമായിട്ടുള്ള വാൾ കൊണ്ടുള്ള നൃത്തം ബെദുവിൻസിന്റെ പോരാട്ട വീര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം കൂടിയാണത്. സ്പെസിഫിക് വിഭാഗത്തെക്കുറിച്ചാണെന്നുള്ളത് വ്യക്തമായല്ലോ. ഇനി സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് അവരുടെ കയ്യിലേക്ക് സമ്പത്ത് വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് അത് നോക്കാനായിട്ട് 1970 കാലഘട്ടങ്ങളിൽ വെറും 50 വർഷം മുമ്പ് അബുദാബിയെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയിൽ അവിടുത്തെ ബെദുവിൻസിൻ്റെ ജീവിതവും ഇതേപോലെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ കമൻ്ററായിട്ടുള്ള അത് പറയുന്ന ആൾ പറയുന്നത് അവരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ അതൊരു ബിബ്ലിക്കൽ റിതമാണെന്നാണ്. അതായത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമ പ്രവാചകന്മാരുടെ കാലത്ത് 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ എങ്ങനെയാണ് അതുപോലെയാണ് 970 കാലഘട്ടങ്ങളിൽ പോലും ബെദുവിൻസ് ജീവിക്കുന്നത് എന്നാണ് ആ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് പറയുന്നത്. അത്രത്തോളം മോശമായിട്ടുള്ള അവസ്ഥ. പിന്നീട് ഈ രാജ്യങ്ങൾക്കകത്തേക്ക് സമ്പത്ത് വരികയാണ്. 1938 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്പനി സൗദി അറേബ്യയിൽ എണ്ണ ശേഖരം കണ്ടെത്തി. പിന്നീട് അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി അഥവാ അരാംകോ എന്നൊരു കമ്പനി സ്ഥാപിക്കപ്പെട്ടു. പിന്നെ സംഭവിക്കുന്നത് സമ്പത്തിൻ്റെ കുതിച്ചുചാട്ടാണ്. ഒരു എക്സാമ്പിളായിട്ട് 1970 5.3 ബില്യൺ മാത്രം GDP ഉണ്ടായിരുന്ന സൗദി അറേബ്യ 1980 ആയപ്പോഴേക്കും എത്ര മാറിയിട്ടുണ്ടാവും? 10 ബില്യൺ, 20 ബില്യൺ, 30 ബില്യൺ? അല്ല, 164.5 ബില്യൺ. സമ്പത്തിൻ്റെ വൻ കുതിച്ചുചാട്ടം. വെറും 5.3 ബില്യൺ നിന്ന് 10 വർഷം കൊണ്ടുണ്ടായത് 164.5 ബില്യൺ US$ GDP. സൗദി അറേബ്യ മാത്രമല്ല, നമുക്ക് എല്ലാ രാജ്യങ്ങളും കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് സൗദി അറേബ്യ 1930 കാലഘട്ടങ്ങളിൽ ഓയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് 10 മുതൽ 20 മില്യൺ US$ മാത്രം ഉണ്ടായിരുന്ന GDP പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തിൽ 1.2 ട്രില്യൺ വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1.2 ട്രില്യൺ, അതായത് 1 ലക്ഷം മടങ്ങിൻ്റെ വളർച്ച. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഓയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് 1950 മുതൽ 1960 ആദ്യ കാലഘട്ടം വരെ 100 മുതൽ 200 മില്യൺ US$ GDP ഉണ്ടായിരുന്ന UAEക്ക് ഇന്നത്തെ GDP 500 മുതൽ 550 ബില്യൺ US$ ആണ്. അതായത് 3000 മുതൽ 5000 മടങ്ങ് വളർച്ച. ഖത്തറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 1940 മുതൽ 50 വരെയുള്ള ഓയിൽ കണ്ടെത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടം വരെ 50 മുതൽ 100 മില്യൺ US$ ഉണ്ടായിരുന്ന ഖത്തറിലെ സമ്പത്ത് GDP ഇന്ന് 220 മുതൽ 250 ബില്യൺ US$ ആണ്. 2000 മുതൽ 4000 മടങ്ങിൻ്റെ വളർച്ച. ഇത്രമാത്രം പോരല്ലോ, ഇനി അവരെന്ത് ചെയ്യണം? ഒരു സ്പെസിഫിക് ആക്ഷൻ സംഭവിക്കണം. അതെന്താണ്? അവർ ബിൽഡിങ്ങുകൾ, ഉയരം കൂടിയ കെട്ടിടങ്ങൾ അവർ ഉണ്ടാക്കുക എന്നുള്ള സ്പെസിഫിക് ആക്ഷൻ. ടെക്നിക്കലി ഉയരം കൂടിയ കെട്ടിടങ്ങൾ കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇത്തരം രാജ്യങ്ങൾക്കകത്ത്. ഒന്നാമതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ എന്ന്. സത്യത്തിൽ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്നുണ്ട്.
ദുബായ്, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ മണൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾക്കകത്തുനിന്ന് മണൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് കാരണം ദുബായിലും സൗദി അറേബ്യയിലൊക്കെയുള്ള മണലിൻ്റെ പ്രത്യേകത വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലോക്ക് ചെയ്യാനുള്ള കഴിവില്ല. കൺസ്ട്രക്ഷൻ അത് ഹൈലി ഇമ്പോസിബിൾ ആണ് എന്ന് കരുതിയിട്ട് മുഴുവൻ മണലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നില്ല. കുറേ മണലൊക്കെ പ്രത്യേകിച്ച് ബുർജ് ഖലീഫ പോലെയുള്ള ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിക്കുന്ന സമയത്തെല്ലാം അവർ ഇത്തരത്തിലുള്ള മണലുകൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ടെക്നിക്കലായിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഫൗണ്ടേഷൻ പ്രോബ്ലമാണ്. കാരണം ലൂസായിട്ടുള്ള സാൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഉയരം കൂടിയ കെട്ടിടങ്ങൾ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടിടങ്ങൾക്ക് 50 മുതൽ 100 മീറ്റർ വരെ പൈലിംഗ് ആവശ്യമാണ്. ബുർജ് ഖലീഫ പോലെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഒരു പെൻസിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടെന്ന് വിചാരിക്കുക. ആ പെൻസിലിന് 4 സൈഡിൽ നിന്നും പ്രഷർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നേ പൊട്ടുകയോ അല്ലെങ്കിൽ വീഴുകയോ ചെയ്യും. മരുഭൂമിയിലാണെങ്കിലോ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉയരം കൂടിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനോ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പെൻസിൽ 3 സൈഡിൽ നിന്നും നമ്മൾ പിടിക്കുകയാണെങ്കിൽ അത് സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ആയിരിക്കും. ഇതാണ് ബുർജ് ഖലീഫയുടെ ബട്രസ്ഡ് കോർ ഡിസൈന്. ഒരു സെൻട്രൽ സ്പൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് വിങ്സും ഉണ്ടാവും. ട്രൈപോയിഡ് നമ്മൾ വെക്കുന്നത് പോലെ 3 സൈഡും 3 കാലുകൾ. ഇന്നത്തെ അറേബ്യൻ രാജ്യങ്ങൾക്കകത്തുള്ള ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ ഹൈറ്റ്, ഏറ്റവും ഒന്നാമതായിട്ട് ദുബായിലെ ബുർജ് ഖലീഫ 828 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്. 2010 ഇത് കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ മരീന 101 ദുബായിൽ തന്നെ ഉള്ളത് 425 മീറ്റർ അതിൻ്റെ ഹൈറ്റ്. പിന്നെ പ്രിൻസസ് ടവർ ദുബായിലുള്ളത് 413 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. സൗദി അറേബ്യയിലെ മക്ക റോയൽ ക്ലോക്ക് ടവർ 601 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ PIF ടവർ റിയാദിലെ 385 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഖത്തറിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ലുസൈൽ പ്ലാസ ടവർ 3 എന്നറിയപ്പെടുന്നത് 301 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ ലുസൈൽ പ്ലാസ് ടവർ 4 അതിന് 301 മീറ്ററും ഹൈറ്റ് ഉണ്ട്. ഇനി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കും. ഹദീസിൻ്റെ അകത്ത് എത്തത്വാലൂന എന്ന് കാണാൻ സാധിക്കും. അതായത് പരസ്പരം മത്സരിക്കുക. ഒരു ആള് 1 മീറ്റർ ഹൈറ്റ് കൂട്ടിയാൽ അടുത്ത ആൾ 2 മീറ്റർ കൂട്ടി മത്സരിക്കുന്നത് പോലെ ഒരു പൊടിക്കും വിട്ടുകൊടുക്കാതെ മത്സരിക്കുക. ഇത് നമ്മളിപ്പോൾ കാണുന്നുണ്ടോ? നമുക്ക് നോക്കാം. വരാൻ പോകുന്ന ദുബായിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ദുബായ് ക്രീക്ക് ഹാർബർ. അത് 1000 മീറ്റർ, 1 കിലോമീറ്റർ ഹൈറ്റ് ആണെന്ന് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൊജക്റ്റ് റീഡിസൈനിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. രണ്ടാമതായിട്ട് UAEയുടെ വേറൊരു പ്രൊജക്റ്റ് കാണാൻ സാധിക്കും, ബുർജ് അസീസി എന്നുള്ളത്. അത് 725 മീറ്റർ ഹൈറ്റാണ്. 2028 അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുന്നത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അടുത്തതായിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദ ടവറാണ്. 2028 കൂടിയിട്ട് കംപ്ലീറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടവറാണത്. അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. 1 കിലോമീറ്റർ ഹൈറ്റ്. സൗദി അറേബ്യയുടെ തന്നെ മറ്റൊരു പ്രപ്പോസൽ കൂടി കാണാൻ സാധിക്കും. അത് റൈസ് ടവർ, റിയാദിലുള്ള റൈസ് ടവർ. അത് ഏർലി പ്ലാനിങ് സ്റ്റേജിലാണ്. 2000 മീറ്റർ, 2 കിലോമീറ്റർ ഹൈറ്റാണ് അതിന് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ വ്യക്തമായിക്കൊണ്ട് മത്സരങ്ങൾ കാണാൻ സാധിക്കും. രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ കാര്യം അതേപോലെ സംഭവിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നോ? ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് ആവശ്യമുണ്ടോ? കൃത്യമായി പറയാമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്നൈപ്പർ ഷോട്ട് പ്രൊഫസിയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് പീപ്പിൾ, സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ, സ്പെസിഫിക് ആക്ഷൻ ആൻഡ് സ്പെസിഫിക് റിസൾട്ട്. കൃത്യമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ഒന്നിന് പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.